ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പനീർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ബട്ടറോ ക്രീമോ അങ്ങനെ ഒന്നും വേണ്ട, അണ്ടിപ്പരിപ്പോ അതൊന്നും ചേർക്കാതെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് ഒരു 2 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴന്നൊന്നും പോകണ്ട, കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. സവാള കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്കൊരു പകുതി തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയും സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ചൂടോടെ തന്നെ അരച്ചെടുക്കരുത്, തണുത്തിട്ട് ഒന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പനീർ കുറച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പനീർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ഒന്നും ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഈ പനീർ എണ്ണയിൽ നിന്നും ഒന്ന് കോരി മാറ്റി വയ്ക്കാം. അതേ ഒരു എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെയും സവാളയുടെയും ആ ഒരു പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ആ മിക്സി കഴുകിയിട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് ഈ ഒരു മുളക് പൊടിയിൽ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ അരപ്പൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ചൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പനീർ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പനീർ. അപ്പോൾ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് പനീർ കുക്കായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മണത്തിനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. നല്ല ഈസിയാണ് ഇതുണ്ടാക്കി എടുക്കാനും. അപ്പോൾ ഈ ഒരു കറി ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്